ഹലോ. അപ്പം നമ്മുടെ എക്സംപയറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കിനി 20 ദിവസം കൂടെ ഉള്ളൂ എയർ ഡ്രോപ്പിനുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ ലെവൽ നമ്മൾ ലെവൽ 4 ആണ് അവർ മിനിമം ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്. ലെവൽ 4 മുകളിലേക്ക് നിങ്ങൾ മാക്സിമം എത്ര ലെവൽ നിങ്ങളാക്കാൻ പറ്റുമോ അത്രയും ലെവൽ നിങ്ങൾ മുകളിലേക്ക് ആക്കി വയ്ക്കുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇംപ്രൂവിലുള്ള ഈ പേഴ്സണലും ഓഫീസ് ഈ ഐറ്റംസ് എല്ലാം ഈ കാണുന്ന എല്ലാ ഐറ്റമും നമ്മൾ മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക. എല്ലാം ഒന്നുകൂടാതെ എല്ലാം മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്നത്രയും അപ്ഗ്രേഡ് ചെയ്യുക. വേറെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോഫിറ്റ് പെർ അവറും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് എത്ര കയറ്റാൻ പറ്റുമോ അത്രയും നമ്മൾ ഹൈ ആക്കി വയ്ക്കുക. അതായത് നമ്മളിവിടെ ഈ സൈഡിൽ കാണുന്ന ഇതെല്ലാം നമ്മൾ അപ്ഗ്രേഡ് ആകുന്നതനുസരിച്ച് ഈ പ്രോഫിറ്റ് പെർ അവറും കൂടിക്കൊണ്ടിരുന്നോളും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. പിന്നെ ഡെയിലി ക്വിസ്റ്റ് നമ്മൾ മാക്സിമം എല്ലാം കംപ്ലീറ്റ് ആക്കാൻ നോക്കണം. ഇവിടെ വരുന്ന എല്ലാ ക്വിസ്റ്റുകളും നമ്മൾ കംപ്ലീറ്റ് ആക്കുക. ഇവർ വരുന്ന ടാസ്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളെക്കൊണ്ട് ആരെങ്കിലും റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ 1-2 ഫ്രണ്ട്സിനെ നിങ്ങൾ റെഫർ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പറ്റുമെങ്കിൽ മാത്രം റെഫർ ചെയ്ത് വെച്ചേക്കുക. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം വാലറ്റ് കണക്റ്റ് ആയിരിക്കണം. കാണിച്ചു തരാം. നമ്മുടെ ഈ 3 ഡോട്ടിൽ പോവുക. 3 ഡോട്ടിൽ പോയിട്ട് ഇവിടെ എയർ ഡ്രോപ്പ് എന്നുള്ളതില്ലേ, ഈ എയർ ഡ്രോപ്പുകളിൽ പോവുക. എയർ ഡ്രോപ്പിൽ പോയിട്ട് ഇതവിടെ വാലറ്റ്, കണക്റ്റ് വാലറ്റ് എന്നുള്ളതുണ്ടാവും. കണക്റ്റ് വാലറ്റ് എന്നുള്ളത് നമ്മൾ എടുക്കുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ വാലറ്റ് ഇൻ ടെലഗ്രാം എന്നുള്ള ഓപ്ഷൻ വരും. നിങ്ങളത് കൊടുക്കുക. ഇതിപ്പം വാലറ്റ് ഇല്ലാത്തവർക്കാണ് പറയുന്നത്. എഗ്രി കൊടുത്തിട്ട് കണ്ടിന്യൂ. സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് 10. ഇതിലേക്ക് മാനുവലി കൊടുക്കുക. പിന്നെ ഈ കാണുന്ന സീഡ് ഫേസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്ന സീഡ് ഫേസ് ഇത് നിങ്ങളെവിടെയെങ്കിലും മാക്സിമം നോട്ട് ചെയ്ത് വയ്ക്കാൻ നോക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുകയോ എവിടെയെങ്കിലും എഴുതി വയ്ക്കുകയോ ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്താൽ തന്നെ നമ്മുടെ ഇത് മിസ്സാവരുത്. ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ സീഡ് ഫേസ് നമ്മൾ എടുത്ത് വയ്ക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നമ്മുടെ ആ സീഡ് ഫേസിലുണ്ടായിരുന്നത് ഇപ്പം എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് 13, 21, 22 ഈ 3 നമ്പറുകളിൽ ഏതാണ് ഇപ്പം എൻ്റെ സീഡ് ഫേസ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നതോ എടുത്ത് ഇവിടെ നോട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങളടുത്ത് കൊടുത്തു കഴിയുമ്പോൾ സീഡ് ഫേസ് കൊടുത്തു കഴിയുമ്പോൾ വാലറ്റ് വാസ് സക്സസ്ഫുള്ളി ബാക്ക്ഡ് അപ്പ് എന്നുള്ളത് വരും. ഓക്കെ, അങ്ങനെ വ്യൂ 10 സ്പേസ് കൊടുക്കുക. അതിനുശേഷം കണക്റ്റ് വാലറ്റ് എന്നുള്ളത് വന്നിട്ടുണ്ട്. കണക്റ്റ് വാലറ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ ബാക്ക് ടു എക്സംപയർ എടുക്കുക. ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇതുണ്ടോ, വാലറ്റ്, കണക്റ്റ് വാലറ്റ് എന്നുള്ളവിടെ നിങ്ങളുടെ ഒരു വാലറ്റ് കണക്ഷൻ്റെ ഒരു കോഡ് വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇത്രയും ഈ വാലറ്റ് കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് വെക്കണം ഇപ്പോഴേ. കാരണം അത് പിന്നത്തേക്ക് വരുമ്പോഴേക്കും, ലാസ്റ്റ് സമയത്തേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ചെയ്യാൻ നോക്കുമ്പോൾ മൊത്തത്തിൽ ട്രാഫിക് ജാം ആകും. അതുകൊണ്ട് ടോട്ടലി എല്ലാവരും തുടക്കം തന്നെ ചെയ്ത് വയ്ക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ.